നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിൻ്റെ യൗവനകാലം ജീവിച്ച് ആസ്വദിക്കാൻ കഴിയാതെ രോഗശയ്യയിൽ കിടക്കുന്ന യുവത്വം. മലമ്പുഴ SP ലൈനിലെ 39-കാരനായ സലാവുദ്ദീൻ ജീവച്ഛവമായി ജീവിതം തള്ളി നീക്കുകയാണ് 4 വർഷമായി. സഹായിക്കാൻ ആരുമില്ലാതെ ഈ കുടുംബം കഷ്ടപ്പെടുകയാണ്. ഭാര്യ ഫസീലയാണ് കിടപ്പ് രോഗിയായ സലാവുദ്ദീനെ പരിചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതമാർഗത്തിന് ജോലിക്ക് പോകാനും കഴിയാതെ അവസ്ഥയിൽ മരുന്ന്, ഭക്ഷണം എന്നിവയ്ക്ക് ഈ കുടുംബം കഷ്ടപ്പെടുകയാണ്. വല്ലാത്തൊരു ജീവിതമാർഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും നേർക്കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മക്കളില്ല, കുട്ടികളില്ല, ആരും തന്നെ സഹായിക്കാൻ ഇവർക്കില്ല. ജോലിക്ക് പോകാനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കഴിയുന്നുമില്ല. ഈ സാഹചര്യത്തിൽ സുമനസ്സുകളായ, നല്ലവരായ, സൗഹൃദരായ ആൾക്കാരുടെ സഹായം തേടുകയാണ് ഇവർ. മരുന്ന് വാങ്ങണം, കുടുംബം കഴിയാനുള്ള ഭക്ഷണം വേണം. മാത്രമല്ല, ഇവിടെ അടച്ചുറപ്പുള്ള ഒരു മുറി പോലും ഇല്ല, വാതിലുകൾ ഇല്ല. അതുകൊണ്ട് പലപ്പോഴും പാമ്പിൻ്റെ ശല്യവും ഇവിടെയുണ്ടെന്ന് ഫസില പറയുന്നു. ബുദ്ധിമുട്ടുണ്ടോ? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ലിക്വിഡായിട്ട് കഴിക്കുള്ളൂ? എങ്ങനെയാണ്? അല്ല, ഇപ്പം ഞാൻ ചോറ് നല്ല വേവിച്ചിട്ട് ഉടച്ചിട്ട് ഗ്ലാസ് കൊണ്ട് ഉടച്ചിട്ട് അങ്ങനെ കൊടുക്കും. 4 വർഷമായി ഇപ്പോൾ. നമ്മളിപ്പോൾ ഉള്ളത് മലമ്പുഴ SP ലൈനിലെ സലാവുദ്ദീൻ്റെ വീട്ടിലാണ്. 39-ാമത്തെ വയസ്സിൽ 35-ാമത്തെ വയസ്സിൽ പാരലൈസ് ബാധിച്ച് കിടപ്പിലാണ് അദ്ദേഹം വൈഫും മാത്രം അടങ്ങുന്നൊരു കുടുംബമാണ്. വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഒരു ലോഡിങ് തൊഴിലാളിയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ശരീരത്തിന് വിയർപ്പ് വരികയും പിന്നെ തളർച്ച ബാധിക്കുകയും ചെയ്തിട്ട് കിടപ്പിലാണ്. വളരെ നിരാലംബരാണ്. അവർക്ക് വേറെ ആരും ആശ്രയങ്ങളൊന്നുമില്ല. ഭാര്യ, നിങ്ങളുടെ പേരെന്താ? ഫസീല. എടപ്പാളാണ് വീട്. മലപ്പുറം ജില്ലയിലെ എടപ്പാളാണ് വീട്. അവർക്ക് പുറത്തൊരു ജോലിക്ക് പോകാനും പറ്റാത്തൊരവസ്ഥയിലാണ്. വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ. അത് അറിഞ്ഞു കേട്ട് വന്നാണ് ഞങ്ങൾ. ഇപ്പോൾ 4 വർഷത്തോളമായി കിടപ്പിലായിട്ടല്ലേ. സെൻട്രൽ പണിക്ക് പോയിരുന്നോ? പോയിണ്ടായിരുന്നു. ഇപ്പം മരുന്നുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയായിരുന്നു പറഞ്ഞ് കാണിച്ചത് ആദ്യം. നമ്മൾ 4 വർഷം അതിൻ്റെ മുമ്പ് ഈ അസുഖം വന്ന് കാണിച്ചത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. അത് ഇവിടെ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറില്ല പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയത്. അവിടെ പോയി ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ആളൊന്ന് ഇത്തിരി ഉഷാറായിട്ട് വന്നതാണ്. പിന്നെ അങ്ങോട്ട് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ പണിക്കും കാര്യങ്ങളൊക്കെ ആയി. കുറേശ്ശെ ആയിട്ട് പിന്നെ വയ്യാണ്ടായി. നല്ല, അതായത് കൈയും കാലും വരാണ്ടും. ഇടതുവശം വലതുവശം തളർന്ന അവസ്ഥയിലാണ്. ഇപ്പൊ 2 വശവും തളർന്ന അവസ്ഥ. നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. ഭക്ഷണമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണല്ലേ? അപ്പം എന്നോട് സലാവ് പറഞ്ഞിരുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയ്ക്ക് വേദനയാണ്, തൊണ്ട ഒരു തലപ്പിക്കാറിലുണ്ട്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾ കഴിക്കില്ല. പിന്നെ നമ്മളെപ്പോഴും എന്തെങ്കിലും ജ്യൂസ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കുടിച്ചിരുന്നത്. അതേറെയും ചുടുവെള്ളവും അങ്ങനെയൊക്കെ തന്നെ. അല്ലാണ്ട് ഇപ്പോൾ ജ്യൂസ് അടിക്കാൻ ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഉണ്ടാവില്ല. വേറെന്താ സലാവ് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? പിന്നെ കാല് ഉറക്കുന്നില്ല നിൽക്കുമ്പോൾ. പിന്നെ വാരി കഴിക്കാൻ പറ്റില്ല. വെള്ളം കുടിക്കാനൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ മടക്കാനൊന്നും പറ്റില്ല. പിന്നെ കൈ കാലൊക്കെ ഇടയ്ക്ക് തരിപ്പ് വരിക. അതല്ലേ, കൈക്കും കാലിനും തരിപ്പ് വരും.
ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ആളേ. അപ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ട് എന്തായാലും 2 ദിവസം കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് കാണിക്കണം കൊണ്ടുപോയിട്ട്. കഴിഞ്ഞ മാസം കാണിക്കേണ്ടതായിരുന്നു. അപ്പോൾ അത് കാണിക്കുകയും ചെയ്തില്ല. ഇപ്പം മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കാനുള്ള കാരണം അപ്പം അങ്ങനെ കഴിക്കുകയും ചെയ്തു. പിന്നെ വീട്ടിൽ പോയി ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. എന്തായാലും 2 ദിവസം കൂടി കഴിഞ്ഞിട്ടൊന്ന് കൊണ്ട് കാണിച്ചിട്ടേ. ഈ തരിപ്പ് പറയുമ്പോഴാണ് ഇപ്പോൾ ഒരു ഇത് അത് നല്ല കടച്ചലും തരിപ്പും വേദനയൊക്കെയാണ് ഇപ്പോൾ. ഇല്ല, കഴിഞ്ഞ മുമ്പത്തെ മാസം കണ്ടതാണ്. ഇങ്ങനെ വേദനിക്കുകയാണോ അല്ലേ? മലന്ന് കിടന്ന് അവർക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് ചെരിച്ച് കിടത്തി ഒരു കുറച്ച് കഴിഞ്ഞാൽ കാലൊക്കെ നിവർത്തി വെച്ച് കൊടുത്ത് പിന്നെ അങ്ങോട്ട് ചെരിച്ച് കൊടുക്കണം. അഥവാ അങ്ങനെ ഇരിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാല് തൂക്കിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കാലുമ്പോൾ നീരും വരുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു. കാലില് നീരും ഉണ്ട്. അപ്പോൾ അതാപ്പോൾ ഒരു പേടി. എന്താ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ഒരു നീര് വരുമ്പോൾ എന്തായാലും ഡോക്ടറെ ഒന്ന് കാണിക്കണം. അങ്ങനെ തലോണം അങ്ങനെ അടുക്കി വെച്ച് കൊടുത്ത് ഇതൊക്കെ വെച്ച് കൊടുത്താൽ വീണുണ്ടെങ്കിലേ വീഴുന്നുള്ള പേടി. അപ്പൊ ഇങ്ങനെ അടുക്കി വെച്ച് കൊടുത്താൽ ഇങ്ങനെ ഇതിന്മേൽ ചാരി ഇരുത്തി കൊടുക്കും കുറച്ചു നേരം. കോഴിക്കോട് കാണിച്ച് 6 മാസം ഇൻജക്ഷൻ വയ്ക്കാൻ പറഞ്ഞു. ആ മരുന്ന് വന്നിട്ട് 1600 ഇവിടെ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന ഇൻജക്ഷൻ 6 മാസം ഇൻജക്ഷൻ ആയിട്ട്. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അതിൽ പെൻഡിങ്ങായി വാങ്ങാൻ പൈസ ഇല്ലാണ്ട് പെൻഡിങ്ങായപ്പോൾ പിന്നെ അച്ഛൻ 6 മാസം വിടാണ്ട് അടിക്കാൻ പറഞ്ഞത്. അത് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അടിച്ചിട്ട് വരുന്നത് ഒരു അഡ്മിറ്റ് ആക്കിയിട്ട്. അപ്പം മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ട്. അപ്പോൾ കുറേ മരുന്ന് വാങ്ങി കഴിക്കാണ്ട് ഒഴിവാക്കുമ്പോൾ ചെയ്ത കറുപ്പിനെ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സംസാരിക്കണ്ട, ഭാര്യ പറഞ്ഞോളൂ. ഇപ്പം തൊണ്ട വരലുണ്ടോ? വെള്ളം വേണോ? വെള്ളം കുടിക്കണ കാര്യം ഇപ്പൊ ഈ 1600 രൂപ വരുന്ന ഇഞ്ചക്ഷൻ 6 മാസത്തെ ഇഞ്ചക്ഷൻ അടിച്ച് നമ്മള് 6 മാസത്തെ ഇഞ്ചക്ഷൻ അത് 1600 രൂപയാണ് വരുന്നത് ഒരു മാസത്തേക്കാ. അത് 6 മാസം ചെയ്തു. 6 മാസം ഇങ്ങനെ ആരെങ്കിലൊക്കെ അതേപോലെ സഹായിക്കായിട്ട് അടിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2ാം പ്രാവശ്യം ചെക്കപ്പിന് പോയപ്പോൾ അവർ പറഞ്ഞത് നമ്മളിങ്ങനെ കാര്യം ചോദിക്കുമല്ലോ അവരെടുത്ത്. അവർ ചോദിച്ചപ്പോൾ പറഞ്ഞ് വെല്ലെ തന്നെ മാറുള്ളൂ വയ്യായിക, പെട്ടെന്ന് ഇപ്പോൾ മാറാനും ഇതില്ല. കാരണം അത്രത്തോളം ഇവരുടെ ശരീരത്തെ തളർച്ച ബാധിച്ചിട്ടുണ്ട്. പിന്നെ വയസ്സ് ചെറുപ്പമായ കാരണം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത്രയും പ്രായമായിട്ടില്ലല്ലോ. പിന്നെ ഇപ്പം ഞാനിപ്പോൾ എന്താ വിചാരിക്കുന്നത് പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് ഉഴിച്ചൽ അങ്ങനെ നടത്തിയാൽ അതിന് വല്ലതുണ്ടാവും എന്നുള്ളത് നോക്കി. ഞങ്ങളവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, എടപ്പാള് ആയുർഗ്രീൻ ഹോസ്പിറ്റൽ. അവിടെ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ആൾക്ക് ചെയ്താൽ ശരിയാവും. പക്ഷെ നമ്മൾ പറയണ തുക വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലായ കാരണം വലിയ സംഖ്യയാണ് അവർ പറയണത്. ചങ്ങമ്പള്ളിയാ? അല്ല, ആയുർഗ്രീൻ ഹോസ്പിറ്റല്. നമുക്ക് എന്താണെങ്കിലും ഈ മാസം നിങ്ങൾക്ക് മരുന്നിന് എത്ര രൂപ വരുന്നുണ്ട്? മരുന്ന് ഇപ്പം നമുക്ക് ആ മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നു. പിന്നെ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ എന്താ മരുന്ന് മാറ്റിയോ വേറെ മരുന്ന് ഉണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. ഇപ്പം ഈ ഒരു ഗുളിക മാത്രമേ കൊടുക്കണുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാനൊക്കെ എക്സ്പെൻസ് ഇല്ല. എങ്ങനെയാണ് നിങ്ങൾ പോവുക? ഓട്ടോറിക്ഷയിലോ അതോ കാർ വിളിച്ചിട്ടോ? കാർ വിളിച്ച് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 പ്രാവശ്യം നമുക്ക് ഇവിടുന്ന് പഞ്ചായത്തു നിന്നും പിന്നെ നമ്മളെ താഴത്തെ മുസ്തഫക്കൊക്കെ ആയിട്ട് അവർ 2-3 പ്രാവശ്യമൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു വണ്ടി ഏർപ്പാടാക്കി തന്ന ആംബുലൻസിൽ തന്നെ കൊണ്ടുവന്നത് കോഴിക്കോട് കൊണ്ടുപോകാൻ. ഇപ്പോൾ ഇവിടേക്ക് ജില്ലാ ആശുപത്രിയിലാവുമ്പോൾ ഇപ്പോൾ എൻ്റെ ഇവരുടെ അമ്മ 2 പ്രാവശ്യം അവർ കൊണ്ടുപോയി. അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടുപോയി കാര്യങ്ങൾ നടക്കും. 2 പേരല്ലേ ഉള്ളൂ. ഇവർ
ഇവർക്ക് എപ്പോഴും ഒരാൾ കൂടെ വേണം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു ജോലിക്ക് പോകാനും പറ്റില്ല. നിങ്ങൾക്ക് ടൈലറിങ്ങും കാര്യങ്ങളൊക്കെ അറിയാന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യാനും പറ്റില്ല. ചെയ്യാൻ പറ്റണില്ല. കാരണം എന്താ പറഞ്ഞാൽ തിരിച്ചും മറിച്ചും കടത്തുമ്പോ നമ്മൾ അതിലൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ വിളിക്കും. അല്ല, അത് പരിചരണത്തിന് ഒരാൾ എപ്പോഴും വേണം. പിന്നെ ഇപ്പൊ അറിയാതെ മൂത്രം പോയി കഴിഞ്ഞാലും അതും ഉണ്ട്. അങ്ങനെ ഒരു അതും വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി ഇപ്പൊ ആകെ ഇപ്പൊ ഒരാളില്ലാത്ത കാലം ഇപ്പൊ നല്ല ഇത് തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പൊ ഉമ്മാനെ നിർത്താൻ പറഞ്ഞാൽ അതും പറ്റില്ല. കാരണം ഉമ്മയും ബാപ്പയും പിന്നെ അവിടെ ഏട്ടനും അവരങ്ങനെ ഫാമിലി ആയ കാരണം 5 മക്കളൊക്കെ ആയ കാരണം അവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഉമ്മ ഇവിടെ വന്ന് നിന്ന് അവിടുത്തെ കാര്യം മുടങ്ങും. കാരണം അതിനും എന്തെങ്കിലും പണിക്ക് പോയാലാണ് ഞങ്ങളും അതിൽ കൂടെ തന്നെ ഞങ്ങളും കഴിയണത്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. ശരി ശരി. പോകാൻ പറ്റണില്ല. നിങ്ങളുടെ പരിചരണം ഇപ്പോഴും വേണ്ടൊരു. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ തന്നെ അടുത്തന്നെ തൊഴിലുറപ്പ് തുടങ്ങിയപ്പോ ഞങ്ങളെ ലേഡീസൊക്കെ പറഞ്ഞു തൊഴിലുറപ്പിന് ഇവിടെ എല്ലാം അടുത്തല്ലേ വന്നു. പക്ഷെ നമ്മള് പോയി വരുമ്പോ ഇവിടുത്തെ അവസ്ഥ കാരണം പുക കൊള്ളുമ്പോൾ ആൾക്ക് പെട്ടെന്ന് ചുമ വരും. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഒരു പൊടി തട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു കൊതു തന്നെയാണ്, ഒരു കൊതു വന്നിരുന്നാൽ കൂടി ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഉറുമ്പ് കടിച്ചാൽ കൂടി അപ്പം വിളിക്കും. എല്ലാത്തിനും ഇപ്പോൾ ഒരാളാവുമ്പോൾ അത് കാരണം പോകാനും പറ്റണില്ലേ. പിന്നെ നമ്മളിപ്പോൾ ഈ കണ്ട കാഴ്ച സലാഹുദ്ദീൻ്റെ വീട്ടിലാണ്. 39 വയസ്സ് വരുന്ന ഈ ചെറുപ്പക്കാരൻ ശരീരം അനക്കാൻ പറ്റാത്ത രീതിയിലുള്ള കിടപ്പിലാണ്. ഭാര്യയാണെങ്കിൽ ജോലിക്ക് പോകാൻ മാർഗം ഇല്ലാഞ്ഞിട്ടല്ല, ജോലിക്ക് പോയാൽ ഇദ്ദേഹത്തിൻ്റെ പരിചരണം നഷ്ടപ്പെടും. എപ്പോഴും ഒരു താങ്ങും തണലും ആവശ്യമായിട്ടുള്ളതാണ്. വളരെ ദയനീയ അവസ്ഥയാണ് ഞങ്ങൾ വന്നപ്പോൾ കണ്ടത്. വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ട് തന്നെയാണ്. ജോലിയില്ലാത്ത 2 പേര് ഇതിനു മുമ്പ് വളരെ കൃത്യമായിട്ട് അന്നം കഴിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് സ്ഥിതി. മനസ്സുകൾ ഒന്ന് മനസ്സ് വെച്ച് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നു. മുസ്തഫ അവര് പിന്നെ ഇവിടെ നോമ്പർപ്പിക്കലാവുമ്പളേ ബുദ്ധിമുട്ടുണ്ടോ? വെള്ളം ഇറക്കാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിടിച്ചിരിക്കുമ്പോഴേ നമുക്ക് അതും ഒരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ അധികം നേരം ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ഇരുന്നിരുന്നാണ് ഇങ്ങനെ കുറച്ച്. പിന്നെ ഇപ്പം ഇരിക്കുമ്പോൾ അങ്ങനെ വീഴാൻ പോകുമ്പോൾ ബാക്കിലേക്ക് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ചാരി ഇരുത്തി കൊടുക്കണം. ഈ കാണുന്നതാണ് സലാഹുദ്ദീൻ്റെ വീടിൻ്റെ അവസ്ഥ. വളരെ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലുമാണ് കഴിഞ്ഞുകൂടുന്നത്. 2 സൈഡിലും വാതിലുകൾ പോലും അവർക്ക് വയ്ക്കാനുള്ള കഴിവില്ല. ഇഴജന്തുക്കൾ മിക്കവാറും വീടുകളിൽ കയറിയിട്ട് അകത്തേക്ക് ഇഴജന്തുക്കൾ വരിക എന്നുള്ള ഒരു പരാതിയും കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായി.